الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമദാൻ മാസം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കാനും അള്ളാഹുവിന്റെ താഅത്തിലായി ചെലവഴിക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദർസിൽ നാം തുടങ്ങിയ വിഷയം റമദാനും സലഫുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നാം സംസാരിക്കാൻ ആരംഭിച്ചത്. അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ദർസിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദർസിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഏതൊരു കാര്യം പറയുമ്പോഴും സലഫുകൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അവരെ പിൻപറ്റുക എന്നുള്ളത് നാം ഖൈറിലാണ് എന്നതിന്റെ അടയാളമാണ്. വാസിലത്ത് ബിൻ അസ്ഖഅ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസൊക്കെ ആ വിഷയത്തിൽ കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചതാണ്. ഇന്ന് സലഫുകളുമായി ബന്ധപ്പെട്ട റമദാനിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ തന്നെ സലഫുകളുടെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളൊക്കെ പറയുക നമുക്ക് പ്രയാസമാണ്, അതിന് മാത്രം സമയം തികയുകയില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില ഇബാദത്തുകളാണ് പറയാം എന്ന് വിചാരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട, പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഇബാദത്തിനെ കുറിച്ചാണ് ഇന്ന് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ സലഫുസ് സാലിഹീങ്ങൾ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ, സഹാബികളാണെങ്കിലും താബിഈങ്ങളാണെങ്കിലും അവരൊക്കെ പരിശുദ്ധമായ റമദാൻ മാസമായാൽ അവരുടെ നോമ്പിനെ സംരക്ഷിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കാറുണ്ടായിരുന്നു. അവരുടെ നോമ്പിനെ സംരക്ഷിക്കാൻ കഴിവിന്റെ പരമാവധി അവരെല്ലാവരും ശ്രമിക്കാറുണ്ടായിരുന്നു. അവരുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണത്. എങ്ങനെയാണ് സഹാബികൾ അവരുടെ നോമ്പിനെ സൂക്ഷിച്ചത്, അതുപോലെ തന്നെ എങ്ങനെയാണ് താബിഈങ്ങളും നമ്മുടെ ഇമാമുമാരും അവരുടെ നോമ്പിനെ സൂക്ഷിച്ചത്. നമ്മുടെ വിഷയം വളരെ വിശാലമായതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ നുഐം അദ്ദേഹത്തിന്റെ ഹില്യയിൽ ഉദ്ധരിക്കുന്ന ഒരു ചെറിയൊരു സംഭവം കാണാം. പരിശുദ്ധമായ റമദാൻ മാസമായാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ളവരെയും കൂട്ടി മസ്ജിദിലേക്ക് പോവുകയും മസ്ജിദിൽ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. റമദാൻ മാസമായാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും കൂട്ടി മസ്ജിദിലേക്ക് പോയി അവിടെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, നുതഹിറു സിയാമന, നമ്മുടെ നോമ്പിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മുടെ നോമ്പിനെ ശുദ്ധീകരിക്കാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, നമുക്കുള്ള പാഠം എന്താണ്? അല്ലെങ്കിൽ സലഫുസ് സാലിഹീങ്ങൾ റമദാനിൽ പ്രത്യേകിച്ച് ചെയ്യാറുള്ള ഒരു കാര്യം എന്താണ്? റമദാനായാൽ അവർ കഴിവിന്റെ പരമാവധി അവരുടെ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്? മസ്ജിദിലായിരുന്നു. റമദാനായാൽ അവരുടെ സമയം അവർ ചെലവഴിക്കാറുള്ളത് അധികമായും മസാജിദുകളിലാണ്. സലഫുകളുടെ രീതിയാണ്, അവർ മസാജിദുകളിൽ സമയം ചെലവഴിക്കും. എന്താണ് അവരുടെ ഉദ്ദേശം? അബൂ ഹുറൈറ പറഞ്ഞതുപോലെ റളിയല്ലാഹു അൻഹു, നുതഹിറു സിയാമന, നമ്മുടെ നോമ്പിനെ ശുദ്ധീകരിക്കാൻ നാം ആഗ്രഹിക്കുന്നു, നോമ്പിനെ നമുക്ക് ശുദ്ധീകരിക്കണം. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം മുൻഗാമികളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതായി കാണാം, നമ്മുടെ മുൻഗാമികൾ കാനു ഇദാ സ്വാമു ഖഅദു ഫിൽ മസാജിദ്, അവർ നോമ്പനുഷ്ഠിച്ചാൽ അവർ മസ്ജിദിൽ ഇരിക്കുമായിരുന്നു. വഖാലു, അവരെന്ത് പറയും? നഹ്ഫദു സൗമന, നമ്മുടെ നോമ്പിനെ നമുക്ക് സംരക്ഷിക്കണം. ചില റിവായത്തുകളിൽ അല്ലെങ്കിൽ ചില ചരിത്രങ്ങളിൽ കാണാം, അവർ പറയാറുണ്ട്, ഗീബത്തുകളിൽ നിന്ന് നാവിനെ സംരക്ഷിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം. മോശമായ കാര്യങ്ങളിൽ നിന്ന് നാവിനെ സംരക്ഷിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് സലഫുസ് സാലിഹീങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ഇന്ന് നമ്മൾ പഠിക്കുന്ന നമ്മുടെ മുൻഗാമികളുടെ ഹദിയിൽ, അവരുടെ സനനിൽപ്പെട്ട, അവരുടെ രീതികളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? മസ്ജിദിൽ കഴിവിന്റെ പരമാവധി സമയം ചെലവഴിക്കുക എന്നുള്ളത്. എന്റെ സഹോദരങ്ങൾ, ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണണം. മസ്ജിദിൽ കഴിവിന്റെ പരമാവധി സമയം ചെലവഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. എപ്പോഴും മസ്ജിദുമായി ഒരു ബന്ധം നമുക്കുണ്ടാകണം. പക്ഷെ റമദാൻ മാസമായാൽ അതൊന്നുകൂടി ശക്തമാക്കാൻ നമുക്ക് ഓരോരുത്തരും സാധിക്കേണ്ടതും. അതാണ് നമ്മുടെ മുൻഗാമികളുടെ രീതി. ഞാൻ ഒരിക്കലും സംസാരിക്കുന്നത് ഈ ഇഅ്തികാഫിനെ കുറിച്ചല്ല. ഇഅ്തികാഫിന് അതിൻ്റെതായ അഹ്കാമുകളുണ്ട്. ഒരു പക്ഷെ പല ആളുകളും റമദാനിലെ അവസാന 10 ദിവസങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകളായിരിക്കാം.
ഞാൻ പറയുന്നത് മൊത്തത്തിൽ കഴിവിന്റെ പരമാവധി മസ്ജിദുമായുള്ള ബന്ധം, അത് ഇഅ്തികാഫ് അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ മറ്റൊരു ഭാഗം. പക്ഷേ കഴിവിന്റെ പരമാവധി മസ്ജിദിൽ ഇരിക്കാൻ നാം ശ്രമിക്കണം. ലുസൂമുൽ മസാജിദ്, മസ്ജിദുകളെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് സലഫുകളുടെ ഒരു രീതിയാണ്. മസ്ജിദുകളെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് സലഫുകളുടെ രീതിയാണ്. അതുമായി ബന്ധപ്പെട്ട ധാരാളം അഹ്കാമുകൾ ശരീഅത്തിലുണ്ട്. എങ്ങനെയാണ് മസ്ജിദിൽ സമയം ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് മസ്ജിദിൽ ഇരിക്കേണ്ടത്, എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് മസ്ജിദുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമയം ചെലവഴിക്കുന്നതിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം ദീർഘിപ്പിക്കുകയോ അല്ലെങ്കിൽ വിശദീകരിച്ചോ സമയം കളയുന്നില്ല, മറിച്ച് നിങ്ങൾക്കൊരു ഉണർത്തൽ മാത്രമാണ്. അള്ളാഹു പറഞ്ഞതുപോലെ സത്യവിശ്വാസികൾക്ക് പരസ്പരമുള്ള ഉണർത്തലുകളൊക്കെ ഉപകരിക്കും. ആ ഒരു ഉണർത്തലാണ് ഇന്ന് ഈ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യുക? അവർ മസാജിദുകളിൽ കഴിവിന്റെ പരമാവധി സമയം ചെലവഴിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ വീടുകളിൽ കഴിവിന്റെ പരമാവധി സമയം ചെലവഴിക്കുക. പുറത്തിറങ്ങാതെ, ആളുകളുമായി അധികം കൂടിക്കലരാതെ, ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ, സൃഷ്ടികളുമായുള്ള ബന്ധം ഈ ഒരു മാസം കുറച്ച് അള്ളാഹുവുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ സ്ത്രീകളും പ്രത്യേകം ശ്രമിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിൽ ഇരിക്കുന്നതിനേക്കാൾ അവർക്ക് അഫ്ളൽ എന്താണ്? അവരുടെ വീട്ടിൽ ഇരിക്കലാണ്. സ്ത്രീകൾക്ക് മസ്ജിദിൽ ഇരിക്കുന്നതിനേക്കാൾ പുണ്യം അവരുടെ വീടുകളിൽ ഇരിക്കലാണ്. അത് ഏത് സമയത്താണെങ്കിലും. പല ആളുകളും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തറാവീഹിന് അവരുടെ മസ്ജിദിലേക്ക് പോകുന്നതാണോ നല്ലത്, അതല്ല വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണോ നല്ലത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്താണ്? അവരുടെ വീടുകളിൽ നിസ്കരിക്കലാണ്. അതെവിടെയാണെങ്കിലും, മദീനയിൽ മസ്ജിദുൻ നബവിയിലാണെങ്കിലും മക്കയിൽ മസ്ജിദുൽ ഹറാമിലാണെങ്കിലും അതിനേക്കാളൊക്കെ സ്ത്രീകൾക്ക് ഉത്തമം അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കണം. അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഞാൻ ഈ വിഷയം ഇതിന്റെ ഇടയിൽ വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അതിന് ഏറ്റവും വലിയ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലെങ്കിൽ നമ്മളൊക്കെ പൊതുവെ കേൾക്കാറുള്ള ഹദീസ്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മസ്ജിദിനേക്കാൾ ഉത്തമം അവരുടെ വീടാണ് എന്ന് പറഞ്ഞ ഹദീസിന് ഒരു പശ്ചാത്തലമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ്. എന്താണ് ആ ചോദ്യം? ഒരു സ്ത്രീ വന്നുകൊണ്ട്, ഉമ്മു ഹുമൈദ റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ, എനിക്ക് താങ്കളുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് താങ്കളുടെ കൂടെ മസ്ജിദിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. അഥവാ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വെച്ച് താങ്കൾ ഇമാമായി നിൽക്കുമ്പോൾ താങ്കളുടെ പിന്നിൽ എനിക്ക് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് മഹദിയായ ഈ സഹാബി വനിത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത്? നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നീ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നു. അപ്പോൾ ചോദ്യം മസ്ജിദുൻ നബവിയുമായി ബന്ധപ്പെട്ടാണ്. ആരാണ് ഈ ഇമാം? അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഇമാമുമാരല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ വെച്ച് മദീന മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം സ്ത്രീകൾക്ക് അവരുടെ വീടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിവിന്റെ പരമാവധി മസ്ജിദുകളിൽ ഇരിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിവിന്റെ പരമാവധി അവരുടെ മുസല്ലകളിൽ, അവർ വീട്ടിൽ നിസ്കരിക്കുന്ന അവരുടെ നിസ്കാര പടങ്ങളിൽ അവർ ഇരിക്കുക. മറ്റു തര വിഷയങ്ങളിൽ ഒന്നും കഴിവിന്റെ പരമാവധി ഇടപെടാതിരിക്കുക. മറ്റുതര വിഷയങ്ങളിൽ ഇടപെടാതെ അള്ളാഹുവുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ഈ ഒരു മാസം സഹോദരങ്ങളെ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ മസ്ജിദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മസ്ജിദുമായി നല്ല ബന്ധം വെക്കുന്നവർ, അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സന്തോഷ വാർത്തകൾ നൽകിയിട്ടുണ്ട്. അവർക്ക് ധാരാളം സന്തോഷം നൽകുന്ന വാർത്തകൾ. എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും എന്റെ ദർസിൽ ആവർത്തിച്ചു പറയാറുള്ളത് പോലെ, ഇത് കേവലം ഒരു ദർസ് കേട്ട് ഒരു ചടങ്ങ് തീർത്തു പോകാൻ നിങ്ങൾ കേൾക്കരുത്. മറിച്ച് പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന എന്റെ സഹോദരങ്ങളാണെങ്കിലും നിർബന്ധമായും ഈ ഒരു മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരണം. ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. ഇവിടെ സൗദിയിലുള്ള സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അസറിന് മുമ്പാണ്. ഈ ഒരു നസീഹത്ത് നിങ്ങൾ കേട്ട സഹോദരങ്ങളെ, ഇന്ന് അസർ മുതൽ ഇത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരണം. ഇന്ന് അസറിന് ശേഷമുള്ള സമയം കൂടുതൽ പ്രത്യേകതയുള്ള സമയമാണ്. ദുആ സ്വീകരിക്കപ്പെടാൻ സാധ്യത ഏറെയുള്ള സമയമാണ്. റമളാനാണ്, അതിനു പുറമെ വെള്ളിയാഴ്ച ദിവസമാണ്, അസറിനോട് അടുത്ത സമയമാണ്, ഇതൊക്കെ മഗ്രിബിനോട് അടുത്ത സമയമാണ്.
ഇതൊക്കെ കൂടുതൽ കൂടുതൽ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാനും നമ്മുടെ അമലുകൾ പ്രാവർത്തികമാക്കാനും നമുക്ക് പ്രചോദനം നൽകേണ്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ശരിക്കും ശ്രദ്ധിക്കുക, മൻ തവല്ലഅ ഫീ ബൈതി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വെച്ച് വുദൂ ചെയ്യുകയും ഫഅഹ്സനൽ വുദൂ, ഏറ്റവും നല്ല രൂപത്തിൽ സുന്നത്തനുസരിച്ച് അവൻ വുദൂ ചെയ്യുകയും സുമ്മ അറ്റൽ മസ്ജിദ്, അതിനുശേഷം അവൻ മസ്ജിദിൽ വരികയും ചെയ്താൽ ഫഹുവ സാഇറുല്ലാഹ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്ദർശിക്കാൻ വന്നവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്കാണ് അവൻ വന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഭവനത്തിലേക്കാണ് അവൻ വന്നിരിക്കുന്നത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാണ് നമുക്ക് സന്തോഷം നൽകുന്ന വാർത്ത. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വഹഖുന അലൽ മസൂർ, ആ വീട്ടിന്റെ ഉടമയായ, മസ്ജിദിന്റെ ഉടമയായ അള്ളാഹുവിന്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്നത് എന്താണ്? വഹഖുന അലൽ മസൂരി അൻ യുക്രിമ അസ്സായിർ, ആ വീട്ടിലേക്ക് സന്ദർശകനായി വന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ആ വീട്ടുകാരന്റെ ബാധ്യതയാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തബറാനി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ സഹോദര, നാം മസ്ജിദിലേക്ക് പോയാൽ, നമ്മുടെ വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് അള്ളാഹുവിന്റെ ഭവനമായ ഏതെങ്കിലും ഒരു മസ്ജിദിലേക്ക് നീ പോയാൽ, നീ ആരെയാണ് സന്ദർശിക്കാൻ ചെല്ലുന്നത്? അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന്റെ ഭവനമാണ് മസ്ജിദ്. ഇതുകൊണ്ടാണ് മസാജിദ് ബുയൂത്തുല്ലാഹ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിനെ കുറിച്ച് പറഞ്ഞത് ബുയൂത്തുല്ലാഹ് എന്നാണ്, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അള്ളാഹുവിന്റെ ഗേഹങ്ങളാണ് അവ. ആ മസ്ജിദിലേക്ക് വുളൂ ചെയ്തുകൊണ്ട് നീ മസ്ജിദിലേക്ക് പോയാൽ നീ അള്ളാഹുവിനെ സന്ദർശിക്കാൻ ചെന്നവനെ പോലെയാണ്. അപ്പോൾ ആ വീട്ടിന്റെ ഉടമയായ അള്ളാഹു നിന്നെ ബഹുമാനിക്കുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. നമ്മുടെ റബ്ബ് നമ്മെ ബഹുമാനിക്കുമെങ്കിൽ സഹോദരങ്ങളെ, പിന്നെന്താ നമുക്ക് പേടിക്കാനുള്ളത്? നമ്മുടെ റബ്ബ് നമ്മെ ആദരിക്കുകയും നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നൽകുകയും ചെയ്യുമെങ്കിൽ, നമ്മെ റബ്ബ് ബഹുമാനിക്കുമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകും, നമുക്ക് സ്വർഗത്തിൽ പ്രവേശനം എളുപ്പമാകും, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം നമുക്ക് എളുപ്പമാകും. ഇതൊക്കെ നമുക്ക് ലഭിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബഹുമാനിച്ചാൽ, അള്ളാഹു നമുക്ക് ആദരവ് നൽകിയാൽ. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഹദീസ് നിന്റെ ഓർമ്മയിൽ ഉണ്ടാകണം. നീ ഇങ്ങനെ മസ്ജിദിലേക്ക് പോയാൽ അള്ളാഹു നിന്നെ ബഹുമാനിക്കുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ നമുക്കുള്ള സന്തോഷ വാർത്ത. രണ്ടാമത്തേത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവസാന നാളിൽ ഓരോരുത്തരുടെയും തലയുടെ തൊട്ടുമീതെ സൂര്യൻ അതികഠിനമായ ചൂടുമായി നിലകൊള്ളുമ്പോൾ ഓരോരുത്തരും അവരുടെ വിയർപ്പിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ പ്രയാസങ്ങളിലും വേദനകളിലുമൊക്കെ അവർ കഴിച്ചുകൂട്ടുമ്പോൾ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകും. അതിലൊരു വിഭാഗം ആരാണ്? ആ 7 വിഭാഗവും നമ്മൾ പഠിക്കണം. പക്ഷെ നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയം പറയാം. അതിലൊരു വിഭാഗം വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസ്ജിദുമായി ഹൃദയം ബന്ധപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയാണ്. എപ്പോഴും അവരുടെ ചിന്ത എന്താണ്? മസ്ജിദിനെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ പള്ളിയെ കുറിച്ചാണ് അവരുടെ ചിന്ത. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവർക്ക് അള്ളാഹു അർശിന്റെ തണൽ നൽകും. ഇതൊരുപക്ഷെ സഹോദരങ്ങളെ, നമുക്ക് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ഒന്നും പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. കേരളത്തിൽ ഇപ്പോഴുള്ള ആളുകൾക്ക് ചൂടിന്റെ കാഠിന്യം ഒന്നുകൂടി മനസ്സിലാകുന്നുണ്ടാകും. സൗദിയിൽ അത്ര കഠിനമായ ചൂടല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ആളുകൾക്ക് പെട്ടെന്ന് ഇത് ചിന്തിച്ചാൽ മനസ്സിലാകണമെന്നില്ല. അനുഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. ആഖിറത്തിന്റെ ആ ഭയാനകതയിൽ നമ്മുടെ തൊട്ടുമീതെ സൂര്യൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ കൊണ്ടുവെക്കുകയും ജനങ്ങളൊക്കെ അതിന്റെ പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അള്ളാഹു പ്രത്യേകം തണലൊരുക്കും. അതിലൊരു വിഭാഗം മസ്ജിദുകളുമായി ബന്ധമുള്ളവരാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അവിടുത്തെ വാഗ്ദാനം സത്യമാണ്. സഹോദരങ്ങളെ, ശക്തമായ ചൂടിൽ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഒരുപക്ഷെ ആഗ്രഹിച്ചു പോകും, ഒരു തണൽ മരം ലഭിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു തണലേകാൻ എന്തെങ്കിലും ഒരു വസ്തു എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഒരു ദിവസം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ദുനിയാവിലെ വർഷങ്ങളാണ് അവിടുത്തെ ഒരു ദിവസം. ഏകദേശം 50,000 വർഷം. ഈ 50,000 വർഷം നീളമുള്ള ആ ഒരു ദിവസത്തിൽ നമ്മൾ ഇത്രയും പ്രയാസം അനുഭവിക്കുമ്പോൾ നമുക്ക് അള്ളാഹു അർശിന്റെ തണൽ നൽകുന്നുവെങ്കിൽ അത് എത്രമാത്രം നമുക്ക് സൗഭാഗ്യമാണ്. അതുകൊണ്ട് ബാറകല്ലാഹു ഫീക്കും, ഈ റമദാൻ
ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ നമ്മുടെ മദ്രസയായിരിക്കണം. ഈ റമദാനിലൂടെ മസ്ജിദുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുക. ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്ന മേഖലയിൽ ഒതുങ്ങിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ മഗ്രിബ് മുതൽ ഇശാ വരെ നിങ്ങൾ മസ്ജിദിൽ ഇരിക്കുക. അങ്ങനെ മസ്ജിദിൽ ഇരുന്ന് മസ്ജിദുമായൊരു ബന്ധം, മസ്ജിദിൽ നിന്ന് എപ്പോഴും മസ്ജിദ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് സലഫുസ് സാലിഹീങ്ങളുടെ രീതിയാണ്. അങ്ങനെ ചെയ്താൽ അള്ളാഹു അർശിന്റെ തണൽ നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. തീർന്നില്ല, ഇത് ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, മറന്നുപോകാതിരിക്കാൻ. കാരണം അത്രയും അധികം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചിലത് മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. 2 ഹദീസുകൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ലയുനാദി യൗമൽ ഖിയാമ, അവസാന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാന നാൾ വരെയുള്ള സകല ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ ശേഷം റബ്ബ് അവിടെ നിന്ന് വിളിച്ചു പറയും, ഐന ജീറാനി ഐന ജീറാനി, എന്റെ അയൽവാസികൾ എവിടെയാണ്, എന്റെ അയൽവാസികൾ എവിടെയാണ്? സഹോദര, ആരാ വിളിക്കുന്നത്? അള്ളാഹുവാണ്, അള്ളാഹുവാണ്. ഏതെങ്കിലും ഒരു സൃഷ്ടിയല്ല. ഈ ഭൂമി ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ വിളിക്കും, ഐന ജീറാനി, എന്റെ അയൽവാസികൾ എവിടെ? ഫതഖൂലുൽ മലായിക, മലക്കുകൾ അല്ലാഹുവിനോട് തിരിച്ചു ചോദിക്കും, റബ്ബന വമൻ യൻബഗി അൻ യുജാവിറക്, അല്ലാഹുവേ, നീ റബ്ബാണ്, നീ ഇലാഹാണ്, ഈ നിനക്ക് അയൽവാസികളാകാൻ മാത്രം, അതിന് മാത്രം യോഗ്യതയുള്ള ആരാണുള്ളത് അല്ലാഹുവേ? മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇത് ചോദിക്കുമ്പോൾ ഫയഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഐന ഉമ്മാറുൽ മസാജിദ്, മസ്ജിദുകളുമായി ബന്ധമുള്ള ആളുകൾ എവിടെ? മസ്ജിദുകളുമായി ബന്ധമുള്ള ആളുകൾ എവിടെ? ഉമ്മാറുൽ മസാജിദ് എന്ന് പറഞ്ഞാൽ മസ്ജിദുകളെ സജീവമാക്കുന്ന ആളുകൾ, മസ്ജിദുകളെ സജീവമാക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ആ മുജാവറത്ത് ചോദിക്കുമ്പോൾ ഐന ജീറാനി ഐന ജീറാനി എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ ചോദിക്കും, റബ്ബേ, ആരാണ് നിന്റെ ജാറുകൾ? നിനക്ക് അയൽവാസിയാകാൻ മാത്രം ഭാഗ്യമുള്ളവരാരാണ്? അല്ലാഹു പറയും, ഐന ഉമ്മാറുൽ മസാജിദ്, മസ്ജിദുകളെ സജീവമാക്കുന്ന ആളുകൾ എവിടെ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ ബറക്കല്ലാഹു ഫീക്കും, മസ്ജിദുകളുമായി നിരന്തരം ബന്ധം വെക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആഖിറത്തിൽ ദാറുൽ കറാമയിൽ, എല്ലാവരും പ്രയാസത്തിന്റെ ആ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അയൽവാസികളായി തിരഞ്ഞെടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹാരിത്ത് ഇബ്നു അബി ഉസാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത് നിങ്ങളൊക്കെ കേട്ട ഹദീസാണ്, പക്ഷേ ആ ഹദീസിന്റെ അർത്ഥം ശരിക്കൊന്ന് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഗദാ ഇലൽ മസ്ജിദ്, ആരെങ്കിലും മസ്ജിദിലേക്ക് പോവുകയാണെങ്കിൽ, പ്രഭാതത്തിൽ പോകുന്നതിനാണ് ഗദാ എന്നൊക്കെ പറയുന്നത്. മൻ ഗദാ ഇലൽ മസ്ജിദ് ഔ റാഹ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്ന നുസ്ലൻ, അല്ലെങ്കിൽ നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ, ആരെങ്കിലും മസ്ജിദിലേക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ പോകുന്നുവെങ്കിൽ, അഥവാ അതിന്റെ ഉദ്ദേശം മസ്ജിദുമായി ബന്ധമുള്ളവരാണെങ്കിൽ, എല്ലാ നിസ്കാരങ്ങൾക്കും മസ്ജിദിലേക്ക് പോകുന്നവരാണെങ്കിൽ, അവന്റെ ഓരോരോ പോക്കിനും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നുസ്ൽ തയ്യാറാക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താണ് നുസ്ൽ എന്ന് പറഞ്ഞാൽ? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അതൊന്നുകിൽ നുസുൽ എന്ന് വായിക്കാം, നുസുൽ എന്ന് വായിക്കാം. നുസുൽ എന്ന് പറഞ്ഞാൽ ഒരു അതിഥി വരുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോൾ അയാൾക്ക് താമസിക്കാൻ ആവശ്യമായ ഏറ്റവും നല്ല താമസ സൗകര്യം, ഏറ്റവും നല്ല വാസസ്ഥലം, അത് തയ്യാറാക്കുന്നതിനാണ് എന്ത് പറയുക? നുസുല് എന്ന് പറയുക. രണ്ടും ലംബ് കൊടുത്ത് നമ്മൾ വായിച്ചാൽ നുസുൽ എന്ന് വായിച്ചാൽ, എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? മസ്ജിദുമായി നിരന്തരം പോകുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വർഗത്തിൽ ഏറ്റവും നല്ല വാസസ്ഥലം അല്ലാഹു അവന് വേണ്ടി ഒരുക്കുന്നതാണ്. ഇബ്നു ഹജർ പറഞ്ഞു, അതല്ല എങ്കിൽ അത് വായിക്കേണ്ടത് എന്താണ്? നുസ്ലൻ എന്നാണ്. നുസ്ലൻ, സായിന് സുക്കൂന് കൊടുത്തുകൊണ്ട്. ഇബ്നു ഹജർ പറഞ്ഞു, അതിന്റെ ഉദ്ദേശം നമ്മൾ അതിഥികൾക്കൊക്കെ നൽകുന്ന ഭക്ഷണമുണ്ടല്ലോ, അതിഥികൾ വന്നാൽ അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കും, ഏറ്റവും നല്ല പാർപ്പിടം അവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കും. അതിനാണ് എന്ത് പറയുക? നുസ്ല് എന്ന് പറയുക. അപ്പോൾ രണ്ടിനും സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഏറ്റവും നല്ല വിരുന്നൊരുക്കിക്കൊണ്ട് നമ്മെ കാത്തിരിക്കുമെന്ന് ആ ഹദീസിന്റെ ആശയം. അപ്പോൾ സഹോദരങ്ങളെ, മസ്ജിദുമായി ബന്ധം വെക്കാൻ നമുക്ക് സാധിച്ചാൽ, കഴിവിന്റെ പരമാവധി സമയം മസ്ജിദുകളിൽ നമ്മൾ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചാൽ, സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിരുന്നൊരുക്കും, ഏറ്റവും നല്ല വാസസ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യും.
ഇതൊക്കെ ഒരു വശത്ത് ഫضലുകൾ ഉണ്ട് എങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇമാം അഹ്മദ് പറഞ്ഞ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആധാറുകളിൽ ഉള്ളതുപോലെ നമ്മുടെ നോമ്പിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. മോശമായ കാഴ്ചകൾ മസ്ജിദുകളിൽ നമുക്ക് കാണേണ്ടി വരില്ല, മോശമായ ഒരു കാര്യവും നമ്മൾ കേൾക്കേണ്ടി വരില്ല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നോമ്പുകാർ മസ്ജിദുകളിൽ സമയം ചെലവഴിക്കുക. ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകളാണെങ്കിൽ അവർ വീടുകളിൽ ഒതുങ്ങിയിരിക്കുക. റമദാൻ മാസത്തിൽ പുറത്തിറങ്ങാതെ, ഹറാമായ കാര്യങ്ങൾ കാണാതെ, ഹറാമായ സംസാരങ്ങൾ കേൾക്കാതെ, ഹറാമായ സംസാരങ്ങളിൽ ഇടപഴകാതെ നമ്മുടെ നോമ്പിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ആരെങ്കിലും അവരുടെ നോമ്പിൽ അവരുടെ നാവിനെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ, കേവലം ഭക്ഷണം മാത്രം വെടിയുകയും അവരുടെ നാവിനെ ഹറാമായ കാര്യങ്ങൾ സംസാരിക്കാനും കണ്ണിനെ ഹറാമായ കാര്യങ്ങൾ കാണാനും ഒക്കെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള നോമ്പ് കൊണ്ട് അള്ളാഹുവിന് ഒരു ഉപകാരവുമില്ല. അങ്ങനെയുള്ള ഒരു നോമ്പല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാറുള്ളതായി ആധാറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഹദീസ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുക. മസ്ജിദുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാസത്തുൻ ഫീ ളമാനില്ലാഹി അസ്സ വജൽ, 3 വിഭാഗം ആളുകൾ അവരുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെ നിസ്സാരമായി കാണരുത്. അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ സഹോദര, നമുക്കൊന്നും പേടിക്കാനില്ല. അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പിന്നെ ഒരു കാര്യവും നമുക്ക് പേടിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ഫീ ളമാനില്ലാഹി അസ്സ വജൽ, 3 വിഭാഗം ആളുകൾ അവർ അള്ളാഹു അവരുടെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. ഒന്ന്, റജുലുൻ ഖറജ ഇലാ മസ്ജിദിൻ മിൻ മസാജിദില്ലാഹി അസ്സ വജൽ. ഒന്നാമത്തെ വിഭാഗം ആരാണ്? മസ്ജിദുകളിലേക്ക് പുറപ്പെട്ടവൻ, അഥവാ മസ്ജിദുകളുമായി ബന്ധം വെക്കുന്നവൻ. അവൻ നിസ്കരിക്കാൻ മസ്ജിദിൽ പോകുന്നു, നിസ്കരിക്കാൻ അവൻ മസ്ജിദിലേക്ക് പോകുന്നു. അങ്ങനെ മസ്ജിദുമായി ബന്ധമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു. അവൻ അള്ളാഹുവിന്റെ കീഴിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിന്റെ കീഴിലാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വേറെ ചില റിവായത്തുകളിൽ ഇമാം ഇബ്നു ഹിബ്ബാൻ ഒക്കെ ഇതേ ഹദീസ് ഉദ്ധരിച്ചെടുത്ത് പറയുന്നത് കാണാം, വ ഇൻ മാത, ഈ വിഭാഗം അള്ളാഹു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഈ ഒരു വിഭാഗം അവരിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വ ഇൻ ആശ, ഇനി എങ്ങാനും അവൻ കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ റുസിഖ വ കുഫി, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകുന്നതാണ്. അള്ളാഹു അവന് മതിയായവനാണ്. നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി എടുക്കുന്നതും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുടെ മോശമായ വാക്കുകൾ കേൾക്കുന്നതും അവരുടെ എല്ലാവിധ കാര്യങ്ങളൊക്കെ നമ്മൾ സഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്ഖിന് വേണ്ടിയാണ്. ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കണം. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയുന്ന സന്തോഷ വാർത്ത നൽകുന്ന ഒരു കാര്യം എന്താണ്? മസ്ജിദുമായി നിനക്ക് ബന്ധമുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ റിസ്ഖ് ഏറ്റെടുത്തിരിക്കും. അള്ളാഹു നിന്റെ റിസ്ഖ് എളുപ്പമാക്കും എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, മസ്ജിദുമായുള്ള ബന്ധം അത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനൊരു തുടക്കമായി ഈ റമദാൻ മാസം നമ്മളെ കാണരുത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇവിടെ ഇന്ന് മസ്ജിദ് ഖിബ്ലത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് നിങ്ങൾക്കൊക്കെ അറിയുന്ന മസ്ജിദാണ്. യഥാർത്ഥത്തിൽ ഖിബ്ല ആദ്യമായി മാറിയത് അവിടെ വെച്ചല്ല, മസ്ജിദ് ഖുബായിൽ വെച്ചാണ്. എന്നിരുന്നാലും മസ്ജിദ് ഖിബ്ലത്തൈൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ മസ്ജിദ്, അവിടെ താമസിച്ചിരുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു ഗോത്രമുണ്ട്, ബനു സലിമ ഗോത്രക്കാർ. ബനു സലിമ ഗോത്രക്കാർ, ഈ ഒരു ആളുകൾ, ഈ വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, നമുക്ക് മസ്ജിദ് നബവിയുടെ അടുത്തേക്ക് വീട് മാറണം എന്ന ആഗ്രഹമുണ്ട്, മസ്ജിദ് നബവിയുടെ അരികിലേക്ക് മാറി താമസിക്കണം എന്ന ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ നിൽക്കുക. നിങ്ങൾ മസ്ജിദിലേക്ക് നടന്നു വരുന്ന ഓരോരോ കാൽപാദത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞ വചനം, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആതാറഹും, നിശ്ചയമായും മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് നാമാണ്. വനക്തുബു മാ ഖദ്ദമു, അവർ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ അവർക്ക് വേണ്ടി നാം എഴുതി വെക്കുകയും ചെയ്യും. വആതാറഹും, അവരുടെ ആധാറുകളും നാം എഴുതി വെക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ചില മുഫസ്സിരീങ്ങൾ ഇതിനെ വിശദീകരിച്ചത് കാണാം, ആധാറഹും എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? മസ്ജിദിലേക്ക് നടക്കുന്ന നമ്മുടെ നടത്തമാണ്. നമ്മുടെ ഓരോരോ നടത്തം, നമ്മുടെ ഓരോരോ കാലടിക്കും
അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ സലിമ ഗോത്രത്തിന് പഠിപ്പിച്ചു കൊടുത്തു. വേറെ ചില ഹദീസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഓരോരോ കാൽപാദത്തിനും ഒരു കാലടി വെക്കുമ്പോൾ നമ്മുടെ ഒരു പാപം അള്ളാഹു മായ്ച്ചു കളയും. അടുത്ത കാലടി വെക്കുമ്പോൾ നമ്മുടെ ഒരു നന്മ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. ഇങ്ങനെ മസ്ജിദിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടുകയും നമ്മുടെ തിന്മകൾ താഴ്ന്നു പോവുകയും ചെയ്യുമെന്നും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. സഹോദര, ഇത്രയും അധികം ഫളായിലുകൾ വന്നിരിക്കുന്ന ഒരു ഭവനമാണ് അള്ളാഹുവിന്റെ മസാജിദുകൾ. അള്ളാഹുവിന്റെ മസാജിദുകൾ കേവലം നീ ആ മസ്ജിദിൽ ഇരുന്ന് ആ മസ്ജിദിന്റെ കാര്യങ്ങൾ അല്പം ആ വിഷയങ്ങളിലൊക്കെ ഒന്ന് മുഴുകി അവിടെയുള്ള നിസ്കാരങ്ങളിൽ നീ പങ്കെടുത്ത് നിനക്ക് സാധിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ നീ മസ്ജിദിൽ വെച്ച് ചെയ്താൽ എത്ര വലിയ പ്രതിഫലമാണ് നിനക്ക് ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. ഇന്നലിൽ മസാജിദി ഔതാദ, നിശ്ചയമായും മസ്ജിദിന് ചില തൂണുകളുണ്ട്. മസ്ജിദിന് ചില തൂണുകൾ. ഔതാദ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആണികൾക്കാണ് പറയുക, അഥവാ മസ്ജിദുകളെ താങ്ങി നിർത്തുന്ന ചില തൂണുകളുണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മളൊക്കെ മസ്ജിദിൽ പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റക്കാണ് എന്നൊരു തോന്നൽ നമുക്ക് വേണ്ട. നമ്മൾ മസ്ജിദിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ പോകുന്നത് അള്ളാഹുവിന്റെ ഭവനത്തിലാണ്. അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഹും ജുലസാഉ മിനൽ മലായിക, അവരുടെ കൂടെ ഇരിക്കുന്നവർ മലക്കുകളാണ്. അവരുടെ കൂടെ ഇരിക്കുന്നവർ മലക്കുകളാണ്. സഹോദര, നമ്മൾ മസ്ജിദിൽ പോയി ഇരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ നല്ല സ്വസ്ഥമായി ഇരിക്കുന്നു, അവരൊക്കെ സൗകര്യത്തിലാണ്, അവരൊക്കെ നല്ല സുഖത്തിലാണ്, എന്നാൽ ഞാൻ ഇങ്ങനെ ഇവിടെ മസ്ജിദിൽ തനിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ നീ വിശ്വസിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അനുഗ്രഹങ്ങൾ നിനക്ക് നൽകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഹും ജുലസാഉ മിനൽ മലായിക, അവർ ആ മസ്ജിദിൽ തനിച്ചല്ല, മറിച്ച് അവരുടെ കൂടെ മസ്ജിദിൽ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ മലായികകളാണ്. മലക്കുകൾ ഇരുന്നാലുള്ള പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ഗാബു സഅല അൻഹും, എപ്പോഴും മസ്ജിദുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവൻ മസ്ജിദിൽ വന്നിട്ടില്ല എങ്കിൽ മലക്കുകൾ പരസ്പരം ചോദിക്കും, അവൻ എവിടെ പോയി? ഫഇൻ ഗാബു സഅല അൻഹും, അവനെങ്ങാനും വന്നില്ല എങ്കിൽ മലക്കുകൾ ചോദിക്കും, ഇന്നയാൾ എവിടെയാണ് പോയത്? അവൻ എവിടെ? എപ്പോഴും മസ്ജിദിൽ നമ്മുടെ കൂടെ ഇരിക്കാറുള്ള ഇന്ന അടിമ അവൻ എവിടെ പോയി? ഇന്ന് അവനെ കാണാനില്ല. മലക്കുകൾ പരസ്പരം സംസാരിക്കും. വഇൻ കാനു മർദാ, എപ്പോഴും മസ്ജിദിൽ വരുന്നവൻ വല്ല രോഗവും പിടിപെട്ട് അവന്റെ വീട്ടിൽ അവൻ വിശ്രമത്തിലാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഅദൂഹും, അവനെ സന്ദർശിക്കാൻ അവന്റെ വീടുകളിൽ വരുന്നത് ആരാണ്? മലക്കുകളാണ്. അവനെ സന്ദർശിക്കാൻ അവന്റെ വീടുകളിൽ വരുന്നത് മലക്കുകളാണ്. സഹോദര, ഇതൊന്നും നിസാരമായി നമ്മൾ കാണരുത്. മലക്കുകൾ നമ്മുടെ വീട്ടിൽ വന്നാൽ അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, അവിടെ നമുക്ക് ഖൈറുണ്ട്, അവിടെ നമുക്ക് നന്മകളുണ്ട്. മലക്കുകൾ നമ്മുടെ വീട്ടിൽ, മസ്ജിദുകളുമായി ബന്ധമുള്ള മലക്കുകൾ നമ്മുടെ വീട്ടിൽ വരിക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഐശ്വര്യമാണ്. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, നമ്മൾ ഒരു ദിവസം മസ്ജിദിൽ ഇരുന്നില്ല എങ്കിൽ നമ്മുടെ രോഗം കാരണത്താൽ അല്ലെങ്കിൽ വല്ല തടസ്സങ്ങൾ കാരണത്താൽ മസ്ജിദിൽ പോകാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ കാര്യം സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ കാണാൻ വരുന്നത് മലക്കുകളാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ശേഷം പ്രവാചകൻ പൂർത്തീകരിക്കുന്നു, വഇൻ കാനൂ ഫീ ഹാജത്തിൻ, ഇനി ആ സഹോദരന് വല്ല ആവശ്യമുണ്ട്, അവൻ എന്തെങ്കിലും അവന്റെ പ്രയാസങ്ങളുണ്ട്, അവൻ എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്, അങ്ങനെയാണെങ്കിൽ അഅനൂഹും, അവന്റെ കാര്യങ്ങളിൽ മലക്കുകൾ അവനെ സഹായിക്കുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവന്റെ കാര്യങ്ങളിൽ മലക്കുകൾ അവനെ സഹായിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, എത്ര ഫضലുകളാണ്, എത്ര ഫضലുകൾ നമ്മളിവിടെ പറഞ്ഞു. ഇത്രയും ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ ഈ ഭവനം, പരിശുദ്ധമായ മസാജിദുകൾ, അതുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ, ആ കുടുംബക്കാരനെ ധാരാളമായി നമ്മൾ സന്ദർശിക്കുന്നുവെങ്കിൽ, അവനുമായി നല്ലൊരു ബന്ധം നമ്മൾ വെക്കുന്നുവെങ്കിൽ അവന് നമ്മുടെ ഇഷ്ടമുണ്ടാകും. നേരെ മറിച്ച് അവനുമായി നമുക്കൊരു ബന്ധവുമില്ല, ആ കുടുംബക്കാരന്റെ വീട്ടിൽ നമ്മൾ പോകുന്നതേ ഇല്ല, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അവന് നമ്മളുമായി ബന്ധമുണ്ടാവില്ല. ഇതുപോലെയാണ് മസാജിദുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മസാജിദുകൾ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. ഈ മസാജിദുകളിലേക്ക് നമ്മൾ നിരന്തരമായി പോയാൽ അള്ളാഹു നമ്മെ ബഹുമാനിക്കും. അതുമായി എത്രത്തോളം ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രത്തോളം റബ്ബുമായി നമുക്ക് ബന്ധമുണ്ടാകും. ഇനി നേരെ മറിച്ച് മസാജിദുകളുമായി ബന്ധം നമ്മൾ വിച്ഛേദിച്ചാൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മസ്ജിദിൽ പോകുന്ന ഒരു പതിവ് മാത്രമേ നമുക്കുള്ളൂ എങ്കിൽ നമ്മളുമായി ബന്ധം വിച്ഛേദിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, മസാജിദുകളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. റമദാൻ മാസത്തിൽ കഴിവിന്റെ പരമാവധി മസ്ജിദുകളിൽ തന്നെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മസ്ജിദുകളിൽ ഇരിക്കുന്നതിന്റെ മൊത്തത്തിലുള്ള ചില ഫളായിലുകളാണ്.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, മസ്ജിദുകളിൽ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, മസ്ജിദുകളിൽ നമ്മൾ പോയാൽ അവിടെ നിസ്കാരശേഷം മുസല്ലയിൽ നമ്മൾ ഇരിക്കുക. നിസ്കാരശേഷം മുസല്ലയിൽ മസ്ജിദിൽ നമ്മൾ ഇരിക്കുക. സ്ത്രീകളാണ് എങ്കിൽ അവർ നിസ്കരിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ നിസ്കരിച്ചത് അവരുടെ നിസ്കാര മുറിയിൽ തന്നെ അവർ വീട്ടിലിരിക്കുക. അത് വലിയൊരു ഇബാദത്താണ്. മസ്ജിദിൽ നിസ്കാരശേഷം ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇബാദത്താണ്. നിങ്ങൾ ഈ ഹദീസ് ഒന്ന് കേട്ടു നോക്കൂ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരിക്കും ശ്രദ്ധിക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മലായികതു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലല്ലാ ഫീ. നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുകയും അവന്റെ നിസ്കാരപ്പടത്തിൽ അല്ലെങ്കിൽ അവൻ നിസ്കരിച്ച സ്ഥലത്ത് അവൻ ഇരിക്കുകയും ചെയ്യുന്ന കാലത്തോളം ആരാണ് അവന് വേണ്ടി സ്വലാത്ത് പറയുന്നത്? മലക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന് വേണ്ടി മലക്കുകൾ സ്വലാത്ത് പറയും. ഞാൻ വാസ്തവത്തിൽ ഈ ഹദീസ് പലപ്പോഴും വായിച്ചപ്പോഴൊക്കെ ഹദീസിൽ കാണുന്നത് മസ്ജിദുകൾ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ്. മസ്ജിദിൽ ഇരിക്കുക, മൊത്തത്തിൽ ഹദീസ് പല ഹദീസുകളും വായിക്കുമ്പോൾ മസ്ജിദിൽ ഇരിക്കുന്നതിനെ കുറിച്ചാണ് കണ്ടത്. അങ്ങനെ ബഹുമാനായ അധ്യാപകൻ ഷെയ്ഖ് സാലിഹ് അസ്സുബൈരി ഹഫിളഹുള്ളയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നാലും ആ മഹത്വം അവർക്ക് ലഭിക്കുമെന്ന് ഷെയ്ഖ് സാലിഹ് അസ്സുബൈരി ഹഫിളഹുള്ള ആ വിഷയത്തിൽ പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നിസ്കാരശേഷം അവരുടെ മുസല്ലയിൽ തന്നെ ഇരിക്കുകയാണ് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. ഏതുവരെ? മാലം യുഹ്ദിസ്, അവന്റെ വുളു നഷ്ടപ്പെടുന്നത് വരെ മലക്കുകൾ അവന് വേണ്ടി സ്വലാത്ത് പറയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, മലക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുക? മലക്കുകൾ എന്തൊക്കെയാണ് ദുആ ചെയ്യുക? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹ്, അള്ളാഹുവെ അവന്റെ പാപങ്ങൾ നീ മാപ്പാക്കി നൽകണമെന്ന് പറയും, അവന്റെ പാപങ്ങൾ നീ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയും. നമ്മൾ എത്ര വലിയ പാപികളാണ് എങ്കിലും നമ്മൾ നിസ്കാര ശേഷം ആ മുസല്ലയിൽ ഇരുന്നാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അള്ളാഹുവിന്റെ മലക്കുകളാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ അവർ അള്ളാഹുവിനോട് പറയും, റബ്ബേ ഇയാൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണം, അദ്ദേഹത്തിന്റെ പാപം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ശേഷം പറയും, അല്ലാഹുമ്മ റഹംഹു, അള്ളാഹുവെ നിന്റെ റഹ്മത്ത് ഈ വ്യക്തിക്ക് നീ നൽകണം, ഈ പുരുഷന് അല്ലെങ്കിൽ സ്ത്രീക്ക് നിന്റെ റഹ്മത്ത് നീ നൽകണമെന്ന് മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഇത് എത്ര വലിയ ഫضലാണ്. നിസ്കാര ശേഷം നമ്മൾ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? നീ നിസ്കരിച്ച നിന്റെ മസ്ജിദിൽ, നിന്റെ മുസല്ലയിൽ നീ ഇരിക്കുക. ഇവിടെ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ച, നമ്മൾ നിസ്കരിച്ച ആ സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്നുണ്ടോ, അതല്ല ആ മസ്ജിദിൽ എവിടെയെങ്കിലും ഇരുന്നാൽ മതിയോ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം പറയുന്നു, ഏറ്റവും ശരിയായത് ആ മസ്ജിദിൽ തന്നെ ഇരുന്നാൽ മതി എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത അഭിപ്രായം ആ മസ്ജിദിൽ തന്നെ ഇരുന്നാൽ മതി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, രണ്ടിനും സാധ്യത ഉണ്ട് എങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്തിനോട് കൂടുതൽ യോജിച്ചു വരുന്നത് മസ്ജിദിൽ എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മസ്ജിദിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ ചെലവഴിക്കുക. നിസ്കാരം കഴിയുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോകുന്ന ഒരു പതിവ് നമ്മൾ ഒഴിവാക്കണം. അത് റമദാനിൽ നമ്മൾ പരിശീലിക്കുക. മസ്ജിദിൽ ഇരിക്കുക, അവിടെ തന്നെ നമ്മൾ ഇരിക്കുക. അവിടെ ഇരുന്നാൽ ഞാൻ പറഞ്ഞതുപോലെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമുക്കൊരു പ്രയാസവും ഇല്ല. നമ്മൾ വെറുതെ അവിടെ ഇരുന്നാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് മലക്കുകളായിരിക്കും. ഇമാം ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വളരെ സുന്ദരമായ ഒരു സംസാരമുണ്ട്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയാം, ഫമൻ കാന കസീറ ദുനൂബ്, ആരെങ്കിലും, അദ്ദേഹം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരിയുടെ ശർഹിൽ പറയുന്നു, ആർക്കെങ്കിലും ധാരാളമായ പാപങ്ങൾ ഉണ്ട് എങ്കിൽ, ധാരാളം പാപങ്ങൾ ചെയ്ത വ്യക്തികളാണെങ്കിൽ, ഇപ്പൊ നമ്മളൊക്കെ പാപികളാണ്, എത്രയോ തെറ്റുകൾ നമ്മൾ നിരന്തരമായി ചെയ്യുന്നു. ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് പറയുന്നു, നിങ്ങൾ പാപം ചെയ്തവരാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പാപം ധാരാളമായി ചെയ്ത ഒരു വ്യക്തി, അങ്ങനെ ഈ പാപങ്ങളൊക്കെ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവന് വല്ലാത്ത രൂപത്തിൽ പണിയെടുക്കാനോ അല്ലെങ്കിൽ ധാരാളം നിസ്കരിക്കാനും ഇസ്തിഗ്ഫാർ പറയാനൊക്കെ അവൻ സമയമില്ല. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവന്റെ ഈ പാപങ്ങളിൽ നിന്ന് മുക്തമാകാൻ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യുക? അവൻ നിസ്കാര ശേഷം അവന്റെ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ എന്ന് ഇമാം ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് പറയുന്നു. എന്താണ് കാരണം? എന്നാൽ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് മലക്കുകൾ അവിടെ ഇരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ നിസ്കാര ശേഷം അനങ്ങാതെ അവിടെ ഇരുന്നാൽ മതി. നിസ്കാര ശേഷം അനങ്ങാതെ മുസല്ലയിൽ ഇരുന്നാൽ മതി. മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. അപ്പോൾ
ധാരാളമായ പാപങ്ങളുള്ളവർ അവരുടെ പാപങ്ങളിൽ നിന്ന് മുക്തമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം എന്താ? മസ്ജിദുകളിൽ നിസ്കാര ശേഷം ഇരുന്നു കൊള്ളുക എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇത് ഇമാം ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അവിടെയുള്ള നിബന്ധന എന്താ? ഒന്ന്, നമ്മുടെ വുദൂ നഷ്ടപ്പെടാൻ പാടില്ല. രണ്ട്, ചില ഹദീസുകളിൽ വന്നതുപോലെ ആരോടും സംസാരിക്കാതിരിക്കുക. ആരോടും സംസാരിക്കാതെ മിണ്ടാതെ അവിടെ ഇരിക്കുക. അല്ലെങ്കിൽ അദ്കാറുകളിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടൊക്കെ അവിടെ തന്നെ നമ്മൾ ഇരിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കാനോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പോകരുത്. മറിച്ച് അനങ്ങാതെ അവിടെ ഇരുന്നാൽ നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഇവിടെ മലക്കുകളുടെ ദുആ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, നമ്മൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഇമാം ആമീൻ പറഞ്ഞാൽ നമ്മൾ ആമീൻ പറയുക. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നിങ്ങളിൽ ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിക്കുകയാണെങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മാപ്പാക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുൻകഴിഞ്ഞ പാപങ്ങൾ ഏതെങ്കിലും ഒരു പാപമല്ല, അല്ലെങ്കിൽ രണ്ട് പാപമല്ല, മറിച്ച് അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് മലക്കുകളുടെ എത്ര ദുആക്ക് ഫലമായിട്ടാണ്? ഒരൊറ്റ ദുആ, മലക്കുകളുടെ ഒരൊറ്റ ദുആക്ക് ഫലമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ മലക്കുകളുടെ ആമീനിനോട് നമ്മുടെ ആമീൻ യോജിച്ചാൽ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകും. ഒരൊറ്റ ദുആ. എന്നാൽ നിസ്കാര ശേഷം നമ്മുടെ അവിടെ മുസല്ലയിൽ തന്നെ ഇരുന്നാൽ, ഞാൻ ഈ പറഞ്ഞ നമ്മളൊരു സംസാരം സംസാരിക്കാത്ത കാലത്തോളം, അല്ലെങ്കിൽ നമ്മുടെ വുദൂ നഷ്ടപ്പെടാത്ത കാലത്തോളം നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. എത്ര വലിയ ഫളല! ഒരൊറ്റ ദുആ കാരണത്താൽ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി നൽകുമെങ്കിൽ സഹോദരങ്ങളെ, ഇങ്ങനെ മലക്കുകൾ ആവർത്തിച്ച് അല്ലാഹു മഗ്ഫിർ ലനാ അല്ലാഹു മർഹം എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എത്രമാത്രം പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക. നമ്മുടെ എത്രമാത്രം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണത്താൽ മായ്ച്ചു കളയും. നമുക്കൊരു പരിശ്രമവുമില്ല. ഇബ്നു ബത്താൽ പറഞ്ഞതുപോലെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് നിസ്കാര ശേഷമുള്ള സമയം. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹക്കീം ഇബ്നു റുസൈഖ് റഹിമഹുല്ലാഹ് പറയുന്നു, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലയോട് ഒരിക്കൽ എന്റെ വാപ്പ ചോദിച്ചു, ജനാസക്ക് വേണ്ടി പോകുന്നതാണോ താങ്കൾക്ക് ഇഷ്ടം? അഥവാ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജനാസയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നതാണോ താങ്കൾക്ക് ഇഷ്ടം? അവൽ ഖുഊദു ഫിൽ മസ്ജിദ്, അല്ലെങ്കിൽ മസ്ജിദിൽ തന്നെ ഇരിക്കലാണോ താങ്കൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ആരെങ്കിലും ജനാസയുടെ കൂടെ പോയാൽ അവനുള്ള സന്തോഷ വാർത്ത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും ജനാസയുടെ കൂടെ പോയാൽ ഫലഹു ഖിറാത്ത്, അഥവാ ജനാസ നിസ്കരിച്ചാൽ അവന് ഒരു ഖിറാത്ത് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. വമൻ തബിഅഹാ ഹത്താ തുഖ്ബർ ഫലഹു ഖിറാത്താൻ. ഇനി ജനാസയിൽ കൂടി വന്നാൽ ലഭിക്കുക എന്താണ്? ജനാസയിൽ മറവ് ചെയ്യുന്നത് വരെ നമ്മൾ പോവുകയാണെങ്കിൽ 2 ഖിറാത്ത് ലഭിക്കും. അപ്പോൾ ഒരു ഖിറാത്ത് അല്ലെങ്കിൽ 2 ഖിറാത്താണ് ജനാസയിൽ ലഭിക്കുക. ശേഷം സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വൽ ജുലൂസു ഫിൽ മസ്ജിദി അഹബ്ബു ഇലയ്യ. മസ്ജിദിൽ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. മസ്ജിദുകളിൽ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കാരണം മസ്ജിദിൽ ഇരുന്നുകൊണ്ട് നീ അദ്കാറുകളിൽ മുഴുകിയാൽ മലക്കുകൾ നിനക്ക് വേണ്ടി ആമീൻ പറയും. എന്നിട്ട് സഈദ് ഇബ്നുൽ മുസയ്യിബ് പറയാണ്, എങ്ങനെയാ മലക്കുകൾ പറയാ? നിനക്ക് വേണ്ടി മലക്കുകൾ എങ്ങനെയാ ദുആ ചെയ്യാ? സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ആ വിഷയം വ്യക്തമായി ഗ്രഹിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. മലക്കുകൾ ഇങ്ങനെ പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലിസഈദ് ഇബ്നുൽ മുസയ്യിബ്, അല്ലാഹുവേ സഈദ് ഇബ്നുൽ മുസയ്യിബിന് നീ മാപ്പ് കൊടുക്കണം എന്ന് തന്നെ മലക്കുകൾ എന്നെ പ്രത്യേകം പറയും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇതിന്റെ അർത്ഥം ജനാസയിൽ പങ്കെടുക്കേണ്ട, അല്ലെങ്കിൽ ഖബറിലേക്ക് പോകേണ്ടത്, ഖബർ അടക്കുമ്പോൾ അവിടെ പോകേണ്ട എന്നല്ല, മറിച്ച് ഈ വിഷയത്തിന്റെ ശ്രേഷ്ഠതയാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഇപ്പൊ ഓരോരുത്തരും ചിന്തിക്കുക, ഓരോ ആളുകളുടെ പേര് മുഹമ്മദ്, അഹ്മദ്. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ എന്ത് ദുആ ചെയ്യും? അള്ളാഹുവെ അഹ്മദിന് മാപ്പ് നൽകണം, മുഹമ്മദിന് മാപ്പ് നൽകണം, സെയ്ദിന് മാപ്പ് നൽകണം, അമറിന് മാപ്പ് നൽകണം. ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യം മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെങ്കിൽ അത് എത്ര വലിയ ഫദ്ലാണ്. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, നിസ്കാര ശേഷം അവിടെ മുസല്ലയിൽ തന്നെ ഇരിക്കാൻ സഹോദരങ്ങളെ നാം ഓരോരുത്തരും ശ്രമിക്കുക. മാത്രമല്ല, നിസ്കാര ശേഷം ഇരുന്നാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ ചുരുക്കി പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബ്ബഹ അല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 33, ആരെങ്കിലും എല്ലാ നിസ്കാര ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞു.
നിങ്ങൾക്കറിയുന്ന ഹദീസാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് 33 തവണ, അല്ലാഹു അക്ബർ 33 തവണ, അങ്ങനെയാണെങ്കിൽ 99 അങ്ങനെ 100 തികക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 തികക്കാൻ വേണ്ടി ആരെങ്കിലും പറയുകയാണെങ്കിൽ, അഥവാ മൊത്തത്തിൽ 100 തവണ ഈ അദ്കാറുകൾ 33 33 33 പിന്നെ ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് 100 തികക്കുകയാണെങ്കിൽ അവനുള്ള സന്തോഷ വാർത്ത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഗുഫിറത് ഖതായാ, അവന്റെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകുന്നതാണ്. അവന്റെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകുന്നതാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇൻ കാനത് മിത്ല സബദിൽ ബഹർ, സമുദ്ര നുരയോളം അവന്റെ പാപങ്ങൾ ഉണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കി നൽകും. സമുദ്രത്തിന്റെ നുരയോളം ഒരു വ്യക്തിയുടെ പാപങ്ങൾ ഉയർന്നു നിൽക്കുന്നുവെങ്കിലും അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അദ്കാറുകൾ കാരണത്താൽ മാപ്പാക്കി നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ കേവലം നിങ്ങൾ നിസ്കാര ശേഷം ഒരു അരമണിക്കൂർ ഇരുന്നു എന്ന് സങ്കല്പിക്കുക. അരമണിക്കൂർ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കാൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹ്, അല്ലാഹുമ്മ അർഹം, ഇങ്ങനെ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ഈ അദ്കാറുകൾ പറയുമ്പോൾ ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സമുദ്ര നുരയോളം നിങ്ങളുടെ തെറ്റുകൾ ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകും. അതൊക്കെ അല്ലാഹു വിട്ടുവീഴ്ച നൽകും. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടും നമ്മൾ വഴികേടിലായി പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ നമ്മെ തന്നെ ആക്ഷേപിച്ചാൽ മതി. കാരണം വലിയ വലിയ കാര്യങ്ങളല്ല അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നത്. നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ സഹോദരങ്ങളെ അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല. എത്രയോ ലളിതമായ നിസാരമായ കാര്യങ്ങളാണ് റബ്ബ് നമ്മോട് പറയുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയാണ് എങ്കിൽ അത് നമ്മുടെ കുറവല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ബാറകല്ലാഹു ഫീക്കും, നിസ്കാര ശേഷം നിർബന്ധമായും കഴിവിന്റെ പരമാവധി സമയം മസ്ജിദിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് സംസാരിക്കരുത്. ഇപ്പൊ പല ആളുകളും ചെയ്യുന്ന എന്താ? നിസ്കാരം കഴിഞ്ഞുകൊണ്ട് വാട്സപ്പ് എടുക്കും, ആർക്കെങ്കിലും മെസ്സേജ് അയക്കും. ഇത് സംസാരമാണ്. അങ്ങനെ സംസാരിച്ചാൽ ഈ മലക്കുകളുടെ ദുആ അവിടെ നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിബന്ധന, ആരോടും സംസാരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ നിന്റെ വുളൂ നഷ്ടപ്പെടാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടൻ വാട്സപ്പ് എടുത്ത് മെസ്സേജ് അയക്കുന്ന പതിവ് നമ്മൾ നിർത്തുക. അങ്ങനെ ചെയ്താൽ മലക്കുകളുടെ ദുആ അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മൾ മസ്ജിദിൽ ഇരുന്നിട്ടും കാര്യമില്ല. അഥവാ ഈ ഫضل കിട്ടില്ല. മറ്റുള്ള മസ്ജിദിന്റെ ഫളായിലുകൾ നമുക്ക് ലഭിക്കുമെങ്കിലും ഈ ഫضل പിന്നെ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ നിസ്കാര ശേഷം മസ്ജിദിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മസ്ജിദിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കുക. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഞാൻ നിസ്കാരത്തിൽ മറ്റൊരാളുടെ പിരടി കണ്ടിട്ട് ഏകദേശം 40 വർഷമായി. നിസ്കാരത്തിൽ മറ്റൊരാളുടെ പിരടി കണ്ടിട്ട് ഏകദേശം 40 വർഷമായി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റക്അത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്വഫ് എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എനിക്ക് ഏകദേശം 40 വർഷം മുമ്പാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് ഒരാളുടെ പിരടി കാണേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്റെ സ്ഥാനം ഒന്നാമത്തെ സ്വഫിലാണ്. ഈ പറയുന്ന ഞാനും ആ വിഷയത്തിൽ കുറവുള്ള ആളാണ്. പല ആളുകൾക്കും കുറവുണ്ടാകാം. നമ്മൾ ആരും പൂർണ്ണനല്ല. പക്ഷെ സഹോദരങ്ങളെ, ഇത് മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ഒന്നാമത്തെ സ്വഫിൽ നമ്മൾ പങ്കെടുക്കുക. കഴിവിന്റെ പരമാവധി നേരത്തെ നമ്മൾ മസ്ജിദിലേക്ക് പോവുക. മസ്ജിദിൽ നിസ്കാരത്തിന് മുമ്പ് എത്തുക എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നകും ലം തസാലു ഫീ സ്വലാത്തിൻ മൻ തളർതുമുസ് സ്വലാത്ത്, നിങ്ങൾ നിസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം അത്രയും നിങ്ങൾ നിസ്കാരത്തിലുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ രാവിലെ ഫജറിന് മസ്ജിദിലേക്ക് പോയി, നിസ്കാരം തുടങ്ങാൻ ഇനിയും 20 മിനിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 20 മിനിറ്റ് സമയം നിങ്ങൾ നിസ്കാരത്തിലുള്ളതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുപോലെ അനേകം ഹദീസുകൾ, ഞാൻ പറഞ്ഞതുപോലെ സമയം കുറവായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അനേകം ഹദീസുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് ബാറകല്ലാഹു ഫീക്കും, 2 കാര്യങ്ങളാണ് പ്രത്യേകമായി നമ്മൾ പറഞ്ഞത്. ഒന്ന്, നിസ്കാര ശേഷം മസ്ജിദിൽ ഇരിക്കുന്ന കാര്യം. 2, നിസ്കാരത്തിന് മുമ്പ് മസ്ജിദിൽ ഇരിക്കുന്ന കാര്യം. ഈ 2 കാര്യവും സഹോദരങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഒരു കാരണവശാലും അതിലൊരു കുറവ് നമ്മൾ വരുത്താൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത് എങ്കിൽ മഗ്രിബ് നിസ്കാര ശേഷം അവർ മസ്ജിദിൽ തന്നെ ഇരിക്കുക, അവർ വീട്ടിൽ അവരുടെ മുസല്ലയിൽ തന്നെ ഇരിക്കുക, അവിടെ ഇരുന്ന് അദ്കാറുകളിൽ അവർ മുഴുകുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി പാപമോചനം നടത്തുന്നത് മലക്കുകളാണ്. അവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇശാ നിസ്കാരം വരെ അവർ അവിടെ ഇരുന്നാൽ എന്തൊക്കെ ഫضل അവർക്ക് ലഭിച്ചു.
സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്തൊക്കെ ഫضലുകൾ ലഭിച്ചു? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു വ്യക്തി മഗ്‌രിബിന് പള്ളിയിലേക്ക് എത്തി, മഗ്‌രിബ് നിസ്കാര ശേഷം ഇശാ നിസ്കാരം വരെ മസ്ജിദിൽ അയാൾ ഇരുന്നാൽ എത്ര മഹത്വങ്ങൾ അയാൾക്ക് ലഭിച്ചു? മസ്ജിദിൽ ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രത്യേകത, ജമാഅത്ത് നിസ്കാരത്തിന്റെ ഫضൽ ലഭിച്ചു, മസ്ജിദിന്റെ ഫضൽ ലഭിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ ധാരാളം ഹദീസുകൾ, അള്ളാഹു നമുക്ക് വേണ്ടി വിരുന്നൊരുക്കും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അയൽവാസികളായി ആഖിറത്തിൽ നമ്മൾ ഉണ്ടാകും, ഇങ്ങനെ അനേകം ഫضലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മൾ നിസ്കരിച്ചു, ഇമാമിന്റെ കൂടെ ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ഇരട്ടിയേക്കാൾ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. നിസ്കാര ശേഷം നമ്മൾ അവിടെ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ മസ്ജിദിൽ തന്നെ ചെലവഴിച്ച് അദ്കാറുകൾ പറയുക, അങ്ങനെയാണെങ്കിൽ അദ്കാറുകളുടെ പ്രതിഫലം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ അത് 100 തവണ പൂർണ്ണമായി പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ സമുദ്ര നുരയോളം ഉണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് മാപ്പാക്കി നൽകും. തീർന്നില്ല, അങ്ങനെ നമ്മൾ അവിടെ മസ്ജിദിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ഇശാ നിസ്കാരം വരെ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയം വരെ നമ്മൾ നിസ്കരിക്കുന്ന പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തി വെക്കും. ഇങ്ങനെ എത്രയെത്ര ഫضലുകളാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് ലഭിക്കുക? ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഇങ്ങനെ ചെയ്യണം എന്നൊരു ഓർമ്മ, ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. അതൊന്നും ഇല്ലാതെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് ജമാഅത്ത് കഴിഞ്ഞെങ്കിൽ ഇറങ്ങി പോവായിരുന്നു എന്നൊരു ചിന്തയാണെങ്കിൽ നമുക്ക് ധാരാളം ഫضൽ നഷ്ടപ്പെടും. നമ്മുടെ ഉത്തരവാദിത്വം ഒഴിയുമെന്നല്ലാതെ ഈ പറയുന്ന ശ്രേഷ്ഠതകളും മഹത്വങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവുക. പരിശുദ്ധമായ റമദാൻ മാസം അതിന്റെ ഒരു തുടക്കമായിരിക്കും. ഈ റമദാൻ മാസം അതിന്റെ ഒരു തുടക്കമായിരിക്കുക. നമ്മൾ റമദാനിൽ കഴിവിന്റെ പരമാവധി സമയം മസ്ജിദിൽ തന്നെ ചെലവഴിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അടുക്കുക. അങ്ങനെ മസ്ജിദിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മളിവിടെ സംസാരത്തിൽ സൂചിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അള്ളാഹ് വരുന്ന ദർസിൽ 3-ാമത്തെ ഭാഗത്തിൽ നമുക്ക് പറയാം. അതോടുകൂടി ഇൻഷാ അള്ളാഹ് ഈ വിഷയം നമുക്ക് നിർത്താം. കാരണം ഞാൻ പറഞ്ഞതുപോലെ അവസാനത്തെ 10-ൽ നിങ്ങളൊക്കെ ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. കഴിവിന്റെ പരമാവധി 1 മിനിറ്റ് പോലും റമദാനിൽ നമ്മൾ പാഴാക്കാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, റമദാനിൽ നിങ്ങൾ പറയുന്ന ഒരു തസ്ബീഹ അഥവാ സുബ്ഹാനല്ലാഹ് എന്ന് റമദാനിൽ ഒരു തവണ പറയുന്നത് മറ്റിതര മാസങ്ങളിൽ 1000 തവണ പറയുന്നതിനേക്കാൾ പുണ്യമാണ്. അതുകൊണ്ട് റമദാനിൽ ഒരു നിമിഷ നേരം സഹോദരങ്ങളെ നമ്മൾ പാഴാക്കാൻ പാടില്ല. അഥവാ അങ്ങനെ പാഴാക്കി പോയാൽ നമ്മുടെ റമദാൻ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരിൽ ദുആ ചെയ്ത വിഭാഗമായി നമ്മൾ ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഒരു വ്യക്തിയുടെ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ അവന് സാധിച്ചില്ല എങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്ന് നാശമുണ്ടാകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിഷയം നിസാരമല്ല, ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞതല്ല, സാധാരണക്കാരൻ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിന്റെ റമദാൻ കഴിയുമ്പോഴേക്ക് നിന്റെ പാപങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നിനക്ക് മടങ്ങാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് നാശം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ്. നിനക്ക് നാശം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ്. വിഷയം നിസാരമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഈ റമദാനിൽ കഴിവിന്റെ പരമാവധി റബ്ബുമായി അടുക്കുക. ഒരു തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അഥവാ വന്നു പോയാൽ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. കഴിവിന്റെ പരമാവധി സമയം മസ്ജിദുകളിൽ ചെലവഴിക്കുക. ഞാൻ പറഞ്ഞതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ചെയ്യാറ്. റമദാൻ തുടങ്ങിയാൽ മസ്ജിദിൽ പോയിട്ടിരിക്കും. എന്നിട്ട് എന്ത് പറയും? നഹ്ഫദു സിയാമന, നമുക്ക് നമ്മുടെ നോമ്പ് സംരക്ഷിക്കണം. മറ്റുള്ളവരെ ചീത്ത പറഞ്ഞും മറ്റുള്ളവരോട് തർക്കിച്ചും കലഹിച്ചൊന്നും എന്റെ നോമ്പ് കളയാൻ നമ്മൾ ഒരുക്കല്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. മസ്ജിദിൽ ഇരിക്കുക. അനാവശ്യമായ സംസാരങ്ങൾ, ആരെങ്കിലും വന്ന് അവനിങ്ങനെ പറഞ്ഞു അവനോട് നമ്മൾ നോമ്പുകാരാണ്, ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്, നിങ്ങളോട് ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിച്ച് സമയം കളയാൻ എനിക്കില്ല. ഏറ്റവും ചുരുങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൗനം പാലിക്കുക. അനാവശ്യമായ ഒരു കാര്യത്തിലും സഹോദര നമ്മൾ ഇടപെടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമത നജ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു. അതല്ലാതെ എല്ലാത്തിലും കയറി അഭിപ്രായം പറഞ്ഞു, എല്ലാ വിഷയങ്ങളും കയറി ഇടപെട്ട് എല്ലാത്തിലും സംസാരിച്ച് എത്രയോ ആളുകൾ ദീനിന്റെ ചില മസലകൾ സംസാരിച്ച് അനാവശ്യമായ ചില ചർച്ചകൾ കൊണ്ടുവന്ന് റമദാനിൽ സമയം കളയും. ഞാൻ പലപ്പോഴും ചില ആളുകളുടെ സംസാരങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ദീനിന്റെ മസലയായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ അത് സംസാരിച്ച് അനാവശ്യമായ മോശമായ വാക്കുകൾ പറയുന്നവർ, ആളുകളെ അവഹേളിക്കുന്നവർ, ഉലമാക്കളെ കുറവാക്കുന്നവർ, അങ്ങനെ പല സംസാരങ്ങളും പല ആളുകളുടെ വായിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ ദീനിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ദീനിന്റെ പരിമിതിയിൽ ഉൾക്കൊള്ളണം. അതല്ലാതെ നമ്മുടെ ആവേശം ഒരിക്കലും അതിലേക്ക് കയറി പോകാൻ പാടില്ല. നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, ദീനിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഹക്കായി നമ്മൾ സംസാരിക്കുക. അതിനപ്പുറം ഈ ദീനിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തോളും, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അതല്ലാതെ ഈ ദീനിനെ ആരും നശിപ്പിക്കാനൊന്നുമില്ല. അത് ഒരു കാരണവശാലും എന്റെ സഹോദരങ്ങൾ ആ വിഷയത്തിൽ ഭയപ്പെടേണ്ട.
അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു സംരക്ഷിക്കും. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ ദീനിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തത് മുൻഗാമികൾക്ക് അത്രയും ഉറപ്പുള്ള കാര്യമാണ്. ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം ഹദീസുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കി, ധാരാളം ഹദീസുകൾ. അങ്ങനെ അദ്ദേഹത്തോട് പലതവണ വാൺ ചെയ്തു, ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഹദീസുകൾ കെട്ടിച്ചമക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹം തുടർന്നു. ഏകദേശം 4000-ഓളം ഹദീസുകൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കി. ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കൊട്ടാരത്തിലേക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കള്ള ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ വധിച്ചു കളയുമെന്ന് പറഞ്ഞു. ഈ സമയം ആ വ്യക്തി തിരിച്ച് ഹാറൂൻ അർ റഷീദിനോട് പറഞ്ഞ മറുപടി എന്താ? അങ്ങനെ നിങ്ങൾ എന്നെ വധിച്ചു കളയുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഞാൻ പ്രചരിപ്പിച്ചിരിക്കുന്ന ഈ 4000 ഹദീസുകൾ അത് കള്ള ഹദീസുകളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ ഈ ഹദീസുകൾ ഇവിടെ പ്രചരിച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്കിടയിൽ നിന്ന് പിൻവലിക്കണമെങ്കിൽ ഞാൻ തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് എന്നെ വധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, യഈശു ലഹൽ ജഹാബിദ. ഈ ദീനിന് വേണ്ടി ജീവിക്കുന്ന ജഹാബിദയായ അഹ്ലുസുന്നയുടെ ഉലമാക്കളുണ്ട്. ശേഷം പറഞ്ഞു, അബു ഇസ്ഹാഖ് അൽ ഫസാരിയും അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് ഉള്ളിടത്തോളം കാലം ഒരൊറ്റ വാക്ക് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കടത്തിക്കൂട്ട് അത് നിലനിൽക്കുകയില്ല. ഒരു വാവ് എന്ന അക്ഷരം അന്യായമായി അല്ലെങ്കിൽ ഇല്ലാത്തൊരു വാക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ ആരെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പിടികൂടാൻ അബു ഇസ്ഹാഖ് അൽ ഫസാരിയെയും അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിനെയും പോലെയുള്ള ഉലമാക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മൾ പലപ്പോഴും ദീനിന്റെ വിഷയങ്ങളാണെന്ന് പറഞ്ഞ് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നോമ്പിനെ അത് ബാത്തിലാക്കും. നല്ല സംസാരങ്ങളാണെന്ന് ഉറപ്പുള്ള വിഷയത്തിൽ മാത്രം നമ്മൾ സംസാരിക്കുക. ആഖിറത്തിലെത്തിയാൽ അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ ഒരിക്കലും ഈ ലോകകാര്യങ്ങളില്ല. മറ്റുള്ളവൻ എന്ത് ചെയ്തു അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കുകയില്ല. നിന്റെ കീഴിലുള്ളവരെ കുറിച്ച് അള്ളാഹു നിന്നോട് ചോദിക്കും. അതല്ലാതെ ലോകകാര്യങ്ങളെ കുറിച്ചും നാട്ടിലുള്ള പൊതുമസ്ലഹത്തിനെ കുറിച്ചൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധാരണക്കാരോട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉബൂദിയ്യത്തിൽ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, അവരുമായി നാം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും നല്ല രൂപത്തിൽ നിറവേറ്റി അനാവശ്യമായ വിഷയങ്ങളിലൊന്നും തലയിടാതെ നമ്മുടെ നാവിനെ സൂക്ഷിച്ച് കഴിവിന്റെ പരമാവധി മൗനം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ റമളാൻ മാസം നമ്മൾ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ സംരക്ഷിക്കാനും മസ്ജിദുകൾ മുറുകെ പിടിക്കാനും മസ്ജിദുകളിൽ കഴിവിന്റെ പരമാവധി സമയം ചെലവഴിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ചില ഇബാദത്തിന്റെ വശങ്ങൾ വരുന്ന ദർസിൽ പറയാം. അള്ളാഹു ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരോ ഇബാദത്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഇബാദത്തുകൾ സ്വീകരിക്കണേ എന്നുകൂടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ ആഖിറത്തിലെത്തിയാൽ പരാജയമായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും. സലഫുസ് സാലിഹീങ്ങൾ, നമ്മൾ തുടങ്ങിയ വിഷയം സലഫുസ് സാലിഹീങ്ങൾ റമളാനിൽ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് കഴിവിന്റെ പരമാവധി സമയം മസ്ജിദിൽ ഇരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പുരുഷന്മാരാണെങ്കിൽ മസ്ജിദിൽ തന്നെ ഇരിക്കുക, സ്ത്രീകളാണെങ്കിൽ അവരുടെ വീട്ടിൽ മുസല്ലയിൽ, അവരുടെ നിസ്കാര സ്ഥലങ്ങളിൽ അവരിയ്ക്കുക. അനാവശ്യമായ സംസാരങ്ങൾ അതൊക്കെ നിർബന്ധമായും ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ നോമ്പ് പൂർത്തീകരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.